ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ അച്ചാറാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നാരങ്ങ വാട്ടിയെടുക്കാം. നാരങ്ങ വാട്ടിയെടുക്കുന്നത് നല്ലെണ്ണയ്ക്കകത്താണ് വാട്ടിയെടുക്കുന്നത്. ചട്ടി ചൂടായി ഇനി നല്ലെണ്ണ കുറച്ച് ഒഴിക്കാം. അധികം എണ്ണ വേണ്ട, നാരങ്ങ ഒന്ന് വാടുന്നതിന് വേണ്ടി മാത്രമാണ്. നമുക്ക് നാരങ്ങ വാട്ടാം. നാരങ്ങ വാടുന്നത് തന്നെ അതിൻ്റെ നീര് പോകാതെ, അതിൻ്റെ ചാറ് പോകാതെ വാട്ടി എടുക്കണം. ചാറുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അരപ്പ് കാണുകയുള്ളൂ. ഇപ്പം നല്ലെണ്ണയിൽ വാട്ടുന്നത് അത് വെളിച്ചെണ്ണയിൽ വാട്ടുന്നതിനേക്കാളും ഗുണമാണ് നല്ലെണ്ണയിൽ വാട്ടുന്നത്. വെളിച്ചെണ്ണയിൽ വാട്ടിയാൽ കുറച്ച് നാളിരിക്കുമ്പോൾ ഒരു കാറിൽ വരും എണ്ണ. വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് നല്ലെണ്ണ ആകുമ്പോൾ കാറിൽ വരില്ല, നല്ല ടേസ്റ്റോടെ ഇരിക്കും. ഇവിടെ നന്നായിട്ട് നാരങ്ങ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുത്ത് തുടച്ച് വയ്ക്കാം. നാരങ്ങ ഇതുപോലെ ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ എന്നുണ്ടോ നന്നായിട്ട് വാടി ഇതുപോലെ ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നാരങ്ങ കോരിയെടുക്കണം. ഇനി നമുക്ക് ഓരോന്ന് വെള്ള തുണിയിൽ നന്നായിട്ട് തുടച്ചെടുക്കാം എണ്ണ. അതുപോലെ തന്നെ ഇത് പൊട്ടി അങ്ങ് ഇതായിപ്പോയാൽ, വെന്ത് പോയാൽ, ഇതിൻ്റെ ചാറെല്ലാം അങ്ങ് ഒലിച്ച് പോയാൽ നമുക്കിത് അച്ചാറിടുന്ന സമയത്ത് ചാറ് കിട്ടത്തില്ല, അരപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മളിതിനെ കോരിയെടുത്ത് ഇതുപോലെ തുടച്ച്, വെള്ളം തൊടരുത്, വെള്ളം തൊടാതെ തുടച്ചെടുക്കണം. ഇപ്പം ഇതാ കണ്ടോ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിൻ്റെ ചാറ് അല്പം പോലും പോയിട്ടില്ല. നാരങ്ങ ഇതേപോലെ ആവാവും. ചെറുതായിട്ട് പൊട്ടിയിരുന്ന് ഇതിൻ്റെ നീരെങ്ങും പോയിട്ടില്ല. ഇതാ വാട്ടിയ നാരങ്ങ ഇവിടെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കും. നാരങ്ങ കട്ട് ചെയ്ത് ഇനി നമ്മൾ ഇത് ഉപ്പ് തൊടാതെ, ഉപ്പ് വെള്ളമൊന്നും തൊടരുത്, ഉപ്പ് തൊടാതെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വിരകി ഒരു ദിവസം നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി തൂറ്റാം. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ അച്ചാറ് കാണിക്കും. ഒരു ദിവസം വെയിൽ കൊണ്ട് ഉണങ്ങിയ നാരങ്ങ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒറ്റ ദിവസത്തെ വെയിലാണ്. എല്ലാം ഉണക്കിയെടുത്ത നാരങ്ങ. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരി മുളക് വരയ്ക്കാം. നല്ല ചുമന്ന് നിൽക്കുന്നുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ചോദിച്ചേക്കാം. അച്ചാറിന് ചേർക്കേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഈ കടുക് നമ്മൾ ചെറുതായിട്ട് ചീനിച്ചട്ടിയിലിട്ട് ചൂടാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഉരലിലിട്ട് ഒന്ന് അരങ്ങുമ്പോൾ ഇതിൻ്റെ തൊലി പോകും. ഇതും കൂടെ അച്ചാറിൽ ചേർത്താൽ നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. കുറേ നാൾ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള ചേരുവകൾ നോക്കാം. വറ്റൽ മുളക്, കാന്താരി മുളക്, പിന്നെ നമ്മൾ ഇവിടെ വെളുത്തുള്ളി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഉപ്പും കായവും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഈ എണ്ണ ചേർത്തില്ലെങ്കിൽ നമ്മളെ കറിക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല, നമ്മളെ നാരങ്ങ അച്ചാറിന്. അപ്പം ഇത് തന്നെ നമ്മൾ ചേർക്കണം, നല്ലെണ്ണ. പിന്നെ വിനാഗിരി, പിന്നെ കറിവേപ്പില. നാരങ്ങ അച്ചാറിൽ ചേർക്കാനുള്ള പൊടികളാണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും.
അച്ചാർ അപ്പോൾ ഇതാ കടുവിൻ്റെ തൊലിയെല്ലാം പോയി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. കത്തിച്ച് വെച്ചോ. നല്ലെണ്ണയാണ് ഈ അച്ചാറിന് ഏറ്റവും നല്ലത്. നല്ലെണ്ണയാണ്. ഏതെങ്കിലും എണ്ണ ഒഴിച്ചാൽ കൊള്ളില്ല. മാങ്ങ അച്ചാറിന് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. പച്ചക്കാട് കിട്ടോ? കുറച്ച് പച്ചമുളക് ഇടാൻ പോലെ പച്ചമുളക് ഇട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിന് ശേഷം, നന്നായിട്ട് മൂത്തതിന് ശേഷം വെളുത്തുള്ളി ഇതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി കാന്താരി മുളകും ഇട്ട് കൊടുക്കാം. നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതാണ്ടോ എല്ലാം ചുവന്ന് വന്നു. ഇനി നമുക്ക് കാന്താരി മുളക് കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പരിപ്പാക്കി വെച്ചേക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മണമാണ്. ഇനി നമ്മൾ ഇടുന്നത് നാരങ്ങയാണ്. ഇതിലിടുന്നത് നാരങ്ങ ഇടാൻ പോവുകയാണ്. ഉപ്പും കായപ്പൊടിയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നത് ഇതാണ്. മുളക് പൊടി വിനാഗിരിയിൽ കുഴച്ചാണ് നമ്മൾ ഇടാം. വിനാഗിരി കുറച്ചൊഴിച്ച് മുളക് പൊടിയിൽ കലക്കിയാണ് ഇതിനകത്ത് ഒഴിക്കുക. മിക്സ് ചെയ്ത് കലക്കി നമുക്ക് മുളക് പൊടി ചേർക്കാം. സൂപ്പർ കളറല്ലേ മാമ? സൂപ്പർ കളറ്, സൂപ്പർ മണവും തന്നെയാണ്. ഇനി ഇതിനകത്ത് വേറെ വെള്ളവും വേറെ ഒന്നും ചേർക്കണ്ട. നല്ല ചാറും ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് അരിഞ്ഞിതിൽ വരുമ്പോൾ നല്ല ചാറ് വരും. ഇനി അല്പം ഉലുവാപ്പൊടി ഇങ്ങെടുത്തേക്കാം. ഇനി അല്പം ഉലുവാപ്പൊടിയൂടെ ചേർക്കാം. കുറച്ച് ഇച്ചിരി നാരങ്ങ കയ്പൊന്നും കാണില്ല. നല്ല കയ്പൊന്നും കാണത്തില്ല. ഉണങ്ങിയത് കൊണ്ട് നല്ല ടേസ്റ്റായ നാരങ്ങ അച്ചാറാണ്. കയ്പുമില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇത് ചേർന്നിട്ടില്ല. ഉപ്പ് നല്ലതുപോലെ വറുത്ത് കായവും കൂടെ വറുത്ത് ഇതിൽ ചേർത്തതാണ്. സാധാ അച്ചാറൊക്കെ ഇടുമ്പോൾ കരിഞ്ഞു ഇത് നല്ല കരിയാതെ കിട്ടിയല്ലേ? കരിയാതെ കിട്ടും. നല്ല ഇതായിട്ട് കിട്ടി. കറിവേപ്പില നമുക്ക് കടു വറുക്കുമ്പോഴും ഇടാം. ഇതിവിടെ ഞാനിവിടെ കുറച്ച് കറിവേപ്പില പച്ചയ്ക്ക് ഊരി ഇടുകയാണ്. കരിവേപ്പില എത്ര ചേർത്താലും ഗുണമുള്ള സാധനവും നല്ല ഇതുമാണ്. കറിവേപ്പില ചേർക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല മണവും നല്ല ഗുണവും. നല്ല എത്ര ദിവസം വേണമെങ്കിലും ഇതിൽ വെള്ളവും ഇല്ല. നല്ല ഇഷ്ടത്തിനുള്ള ചാറും ഇതിനകത്തുണ്ട്. ഇനിയും ചാറ് ഉപ്പ് അരിയുമ്പോഴത്തേക്ക് നല്ല ചാറ് വന്നു. നാരങ്ങ റെഡിയായി. ഇനി ഇത് തണുക്കുമ്പോൾ കുപ്പിയിലാക്കി വയ്ക്കാം. കുപ്പിയിലോ ഭരണിയിലോ കോരി വയ്ക്കാം. പുളിയും ഉപ്പും അലുമിനിയത്തിലാകുമ്പം കുറച്ച് സമയം ഇരിക്കാൻ പറ്റില്ല. ഇത് കറിച്ചട്ടിയിലാകുമ്പോഴേക്കും
നല്ല എത്ര സമയം വേണമെങ്കിലും ഈ കറിച്ചട്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ഒരു കുഴപ്പമില്ല. ചട്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ഇത് ഉപ്പും പുളിയും പിടിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഭരണിയിലുള്ളവർക്ക് ഭരണിയിൽ കോരാം, കുപ്പിയുള്ളവർക്ക് കുപ്പിയിൽ കോരാം. പ്ലാസ്റ്റിക് ടിന്നിൽ കോരേണ്ട കാര്യമില്ല. മക്കളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ചെറിയ ഒരു കഷ്ണം, കുഴപ്പമില്ല, ചൂടില്ല. കറക്റ്റ് ഉപ്പും പുളി എല്ലാം ഉണ്ടല്ലേ മക്കളെ? നല്ല രസമുണ്ട്. സൂപ്പർ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എൻ്റെ അമ്മാമ എല്ലാം ശരിയാക്കും. പിന്നെ ബെല്ലൈക്കണും കൂടി തൊടുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.